ല്ലോ ഹിന്ദി അറിയില്ല, കൂട്ടത്തിലുള്ള എല്ലാരും പോയി. ഗ്രൂപ്പ് ഗ്രൂപ്പ് വെറുതെ ശ്രീനഗർ വെറുതെ ശോകമല്ലേ? ഏകദേശം നമ്മള് അല്ലേ ലഡാക്ക് റൈഡ് ഫസ്റ്റ് ഡേ തന്നെ 411 മാറ്റി 450 ഒന്ന് ഓടിച്ചു നോക്കിയപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ പവർ മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ശ്രീനഗറിൽ നിന്നും ലഡാക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ നോക്കിക്കോളും. ഓക്കെ, ഒരാൾ സ്റ്റോപ്പ് ചെയ്താൽ അതിന് പിന്നിൽ എല്ലാ വണ്ടിയും സ്റ്റോപ്പ് ആവും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ആരും സ്റ്റോപ്പ് ചെയ്യണ്ട. അവിടെ പോകണമെന്ന് പറഞ്ഞ ആൾക്കാരറിയാം വിമാനസ്കരിക്കാൻ വേണ്ടിയിട്ട്. ലഡാക്ക് റൈഡൊക്കെ പ്ലാൻ ചെയ്യണം ഒരു ശ്രീനഗറിൽ നിന്ന് മാക്സിമം രാവിലെ ടൗണിൽ നിന്ന് എസ്കേപ്പ് ആയി പോകണം. ഇല്ലെങ്കിൽ ഇതേപോലെ ബ്ലോക്കിൽ പെടും നിങ്ങൾ. നമ്മളിപ്പോ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ 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 വന്നതല്ലേ, വഴി തെറ്റി കളിക്കാണ് അവിടെ കിടന്ന്. അറിയില്ല, നമ്മളിപ്പോ വന്ന വഴി എന്റെ വീണ്ടും അങ്ങോട്ട് പോയി ആ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടി വന്ന ആ ഹോസ്പിറ്റലിലേക്ക് കൂടി വന്നിപ്പോ ഇവിടുന്ന് ആ യൂട്ടേൺ എടുത്തത്. ശ്രീനഗർ ടൗണിലാണ് നമ്മൾ ശരിക്കും കുഴഞ്ഞു പോണത്. ഭയങ്കര ക്രൗഡും തിരക്കും വൻ സീനാണ്. ശ്രീനഗറിൽ നിന്ന് മാക്സിമം രാവിലെ എസ്കേപ്പ് ആവണം. ഇനി ഒന്ന് വണ്ടി ഒന്ന് മാറ്റി ഒന്ന് ഓടിക്കാൻ പോയാൽ എൻ്റെ വണ്ടി ഇതാ സ്നേഹക്ക് കൊടുത്തേക്കേ. ഇനി നമ്മളിതാ 450 റൈഡ് ചെയ്ത് നോക്കാൻ പോയത്. എടുക്കാൻ പറ്റിയില്ല. നല്ല കിഡിലിനൊരു വണ്ടിയാട്ടോ റോയൽ എൻഫീൽഡ് 450. വണ്ടിയുടെ പവർ കണ്ടില്ല, പറക്കും വണ്ടി. അത്യാവശ്യം നല്ല 411 450 വെച്ച് നോക്കാൻ നേരം 450 തന്നെയാണ് ബെറ്റർ. നല്ല പവർ ഉണ്ട് വണ്ടിക്ക്. നേരെ ഒറ്റ റോഡാന്നാ പറഞ്ഞ. ഗ്രൂപ്പ് റൈഡാണ്. ഏകദേശം നമ്മൾ 40ഓളം വണ്ടികളുണ്ട്. മാഡവർ ലഡാക്കിൻ്റെ 10 days പാക്കേജാണിത്. വണ്ടിക്ക് നല്ലൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇത് മാഡവർ ലഡാക്കിൻ്റെ വണ്ടിയാണ്. ഞാൻ വെറുതെ ഒന്ന് 450 ഓടിക്കാൻ വേണ്ടി എടുത്തു നോക്കിയതാണ്. പക്ഷേ ഇതിന് നല്ല രീതിയിൽ മിസ്സിങ് കിട്ടുന്നുണ്ട്. പക്ഷേ വണ്ടി എന്നാലും അടിപൊളിയാണ്. 450 ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം. 411 ഇത്ര നാൾ ഓടിച്ചിട്ട് 450യിലേക്ക് മാറിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ചെറിയ മലകളും അത്യാവശ്യം ഒരു ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സോജില പാസിലേക്കുള്ള ആ ഒരു റൂട്ടിലേക്കാണ്. ഫസ്റ്റത്തെ ഡേ നമ്മൾ കാർഗിലാണ് സ്റ്റേ. അപ്പോൾ ലഡാക്ക് റൈഡ് ഫസ്റ്റ് ഡേ ആണെന്ന്. അത്യാവശ്യം ശ്രീനഗർ ടൗണ് മാത്രമേ ബാഡായിട്ട് തോന്നിയുള്ളൂ. അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ടൗണൊക്കെ ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീനഗർ ടൗണിൽ അത്യാവശ്യം നല്ല ചൂടാണ്, തണുപ്പൊന്നുമില്ല. കാശ്മീരിൽ ശരിക്കും ശ്രീനഗർ കറങ്ങാനുള്ള പ്ലാൻ സ്കിപ്പ് ചെയ്യണമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ഞാനൊരു 3-4 ദിവസം ശ്രീനഗറിൽ നിന്നതാണ്. വെറുതെ ബാഡ് ഫീലാണ്. ഭയങ്കര ക്രൗഡും കാര്യങ്ങളും. നമ്മളൊരു 40 വണ്ടിക്ക് മേലെ ഉണ്ട് കേട്ടോ. കൂടുതലും 450 തന്നെയാണ്. 411 ഉണ്ട്, കൂടുതലും 450 തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഒരു പാക്കേജ് എടുത്ത സമയത്ത് ഞാൻ ശരിക്കും കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ചാണ് ശ്രീനഗറിലേക്ക് എത്തിയത്. കുറച്ച് പേര് നാട്ടിൽ നിന്ന് വണ്ടി കയറ്റി വിട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി കയറ്റി വിടണത് നല്ലത് ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കണതാണ് നല്ലത്. ഇവിടുത്തെ വണ്ടി എടുത്ത് റൈഡ് ചെയ്യണതാണ് നല്ലത്. വണ്ടി നാട്ടിൽ നിന്ന് കയറ്റി വിട്ട് പാക്കേജ് എടുക്കണത് ശരിക്കും നഷ്ടമാണ്. 2 സൈഡിലേക്കും ഇവിടുന്ന് കൊണ്ടുവരാനും ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവരാനും 10,000-20,000 രൂപയോളം എക്സ്പെൻസ് വരും, പാക്കിങ് അടക്കം. അത് അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാർഗിലേക്ക് ഇനിയും 135 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കുറേ സമയം ശ്രീനഗറിൽ വേസ്റ്റായി, ബ്ലോക്കിൽ കുടുങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സമയം വേസ്റ്റായി. അപ്പോൾ ഈ ലഡാക്ക് റൈഡിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റത്തെ ഡേ പണി കിട്ടുന്നത് നമുക്ക് ശ്രീനഗറിൽ നിന്ന് മാക്സിമം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. കാരണം ഈ ഒരു റൂട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. രാവിലെ ഒരുപാട് സമയം പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വൈകിട്ടാകുമ്പോൾ ഇരുട്ടത്തോടി പോകാൻ നേരം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. സോനമാർഗ് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെറുതെ ശ്രീനഗർ വെറുതെ ശോകമല്ലേ? ഏകദേശം നമ്മള് അല്ലേ അങ്ങനെ നമ്മൾ നേരെ ടണൽ കയറി നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറാൻ പോയാണ്. ഇനിയാണ് ശരിക്കും യഥാർത്ഥ കാഴ്ചകൾ തുടങ്ങുന്നത്.
തണൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മഴ കിട്ടി തുടങ്ങിയിട്ടാണ്. ഈ ഒരു റൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ റെയിൻകോട്ട് സാധനങ്ങൾ എല്ലാ സംവിധാനങ്ങളും സെറ്റാക്കി. വാട്ടർ പ്രൂഫ് ഗ്ലൗസാണ് എനിക്ക് ഇല്ലാണ്ട് പോയത്. കൈ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ഗ്ലൗസ് എന്തായാലും മസ്റ്റായിട്ട് വേണം ലഡാക്ക് റൈഡിന് വരാൻ നേരം. ഇടയ്ക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വണ്ടിയിലെടുത്ത് എടുത്ത് വെച്ച്. വീണ്ടും നമ്മൾ വണ്ടി മാറി. വീണ്ടും നമ്മൾ ഇതാ ഹിമാലയ 450 കയറിയിരിക്കുകയാണ്. നേരത്തെ ഓടിച്ച വണ്ടി ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. ഹൈ ആക്ടിറ്റ്യൂഡ് കയറി നമ്മളിപ്പോൾ. തണുപ്പും കാര്യങ്ങളൊക്കെ മാറി. നല്ല കിടിലൻ തണുപ്പാണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണൽ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ സീനാണ്. ഈ ഇവിടുന്ന് കാർഗിലേക്കുള്ള റോഡ് ഫുള്ള് സീനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ നമ്മൾ സൂക്ഷിച്ചൊക്കെ പതിയൊക്കെ ഹോണൊക്കെ അടിച്ച് വേണം ഓടിക്കാനായിട്ട്. സൈഡിൽ ഇത് കണ്ടില്ലേ, ഫുൾ കൊക്കയാണ്. മഞ്ഞുമലകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും മഞ്ഞുമലകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സ്നോയൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഫോർ ഫിഫ്റ്റീൻ്റെ ഈ ഒരു കൈ കൊടുക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഇതൊരു കിടിലൻ സൗണ്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഴയൊക്കെ പെയ്ത് ചെളി പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇറക്കി വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓഫ് റോഡൊന്നും അല്ല, എങ്കിലും ചെളി പോലെ ഈ ഒരു ചെടിയിലേക്ക് ഇറക്കി ഹിമാലയ 450യുടെ ആ ഒരു പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്രൂപ്പ് ഓടാക്കിയോ. ഒരു കിടിലൻ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് ലൈറ്റ് പോയതുകൊണ്ടാണ് നല്ല കിടിലൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ശ്രീനഗറിൽ കിടന്ന് കറങ്ങിയാണ് വെറുതെ സമയം പോയത്. അപ്പോൾ ഈ ഒരു കാർഗിൽ റൂട്ടിലേക്ക് തന്നെ ഒരു മാക്സിമം ശ്രീനഗറിൽ നിന്ന് രാവിലെ ഇറങ്ങുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല കിടിലൻ ഫ്രെയിമാണ് ഇവിടെയൊക്കെ.
ലഡാക്ക് റൈഡിന് നിങ്ങൾ ഏത് വണ്ടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് 411 450 ഒക്കെ ഉണ്ടാവും. ഏറ്റവും നല്ല വണ്ടി ഹിമാലയൻ 450 ആണ്. കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഹൈ ആക്ടിറ്റ്യൂഡിലേക്ക് എത്താൻ നേരം 411 പെർഫോമൻസ് അല്ല ഇതിന്. ഇത് പറക്കും വണ്ടി. ഈ ഒരു പെർഫോമൻസ് ഒരിക്കലും 411 കിട്ടൂല. നമ്മളൊരു ലോങ് റൈഡ് വരാൻ നേരം ഇതാണ് പണി കിട്ടാനുള്ള ഏറ്റവും വലിയ ചാൻസ്. ഒരു പ്ലഗ് പോയിന്റ് എക്സ്ട്രാ നമ്മൾ കയ്യിൽ വെക്കണം. ഇവരുടെ ആ പ്ലഗ് പോയി സീനായിരിക്കുക. അതുകൊണ്ട് ഒരു വഴിയിൽ കുടുങ്ങി കിടക്കേട്ടാ രാത്രി.